ഒരു ഒരു ജനതാ സ്വപ്നാടനത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രശ്നമാണ്. ഈ ശശി തരൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിജീവിയാണ്, റൈറ്ററാണ്, ഒരു സ്കോളറാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതേപോലുള്ള ആൾക്കാർ വരണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്രയും റെസ്പെക്റ്റോട് കൂടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്താണ് പുള്ളിയുടെ പ്രശ്നം? ഞാൻ ഇന്നലെ ഡബ്ലിനിൽ പറഞ്ഞോളൂ, ആ വൈറസ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഇവിടെ വെച്ചെല്ലാം തെറ്റുകയാണ്. ഇവിടെ അദ്ദേഹം ഒരു സ്വപ്നജീവിയാണ്. എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒരു അമ്പലത്തിൽ പോയിരുന്നിട്ട് അവിടുത്തെ പ്രാചീനവും പ്രാകൃതവുമായ ഒരു ത്രാസിൽ കയറിയിരുന്നിട്ട് അതിന് തുല്യമായ ചക്ക, മാങ്ങ അല്ലെങ്കിൽ വാഴയ്ക്ക, ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹത്തിൻ്റെ ഇതാണ് ഇങ്ങനെ തൂക്കുക. ഒരു മനുഷ്യൻ അദ്ദേഹം പക്ഷേ ആ ഒരു ബിക്കോസ് ഓഫ് ഹിസ് ഇൻഫ്ലിക്റ്റഡ് വിത്ത് ദാറ്റ് വൈറസ് ഹി കംസ് അപ്പ് വിത്ത് സം റിഡിക്കുലസ് സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ ദാറ്റ്. ഫോർ എക്സാമ്പിൾ, അമ്പലത്തിൽ വെച്ച് ആരാധന നടത്തിയ വകയിൽ ഉണ്ടായ പരിക്കിന് ചികിത്സ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും അമ്പലത്തിൽ പ്രാർത്ഥന. ടു വേ ആണ്. ഒരു രീതിയിലും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ അദ്ദേഹം അന്ന് അതിനുശേഷം ഒരു കുറിപ്പ് ഫേസ്ബുക്കിലിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ വളരെ ലക്കിയാണ്, വളരെ ഭാഗ്യവാനാണ്. എന്താണ്? തലയോട്ടിയും നേത്രനാടിയും തകർക്കേണ്ട പരിക്കിനെ 14 തുന്നൽക്കെട്ടുകളിൽ ഒതുക്കി പരിഹരിച്ച് അനുഗ്രഹിച്ച ദേവിക്ക് സ്തുതി. അതായത് ഈ ത്രാസ് തട്ടി യഥാർത്ഥത്തിൽ വീഴുമ്പോൾ ഭയങ്കര പരിക്കുണ്ടാവേണ്ടതാണ്, മരിച്ചു പോകേണ്ടത് തന്നെയാണ്. പക്ഷെ ഒന്നുമില്ല, ദേവി അത് ഈ 18 അല്ലെങ്കിൽ 12 തുന്നലിലേക്ക് ഒതുക്കി. അപ്പോൾ ഇതാണ് ഈ ക്വാഡ്രാപെഡലിസം എന്ന് പറഞ്ഞാൽ 4 കാലിൽ നടക്കുന്ന ജീവികൾ എന്നുള്ള. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 4 കാലിൽ വന്നു നിൽക്കുന്ന. ഭക്തൻ്റെ ആർഗ്യുമെൻ്റ് ഇങ്ങനെയാണ്, ഇത് എന്ത് സംഭവിച്ചാൽ ഇയാൾക്ക് ഈ ത്രാസ് തട്ടി വീണില്ലെങ്കിൽ ആഹാ ത്രാസ് തട്ടി വീഴാതെ അനുഗ്രഹം തന്നു, ത്രാസ് എന്ന് ഞെരങ്ങിയതേ ഉള്ളെങ്കിൽ ആഹാ വീഴാൻ ഒരുങ്ങിയതാണ് അനുഗ്രഹം തന്നു, ത്രാസ് എന്ന് വേറെ വല്ലവരെ മണ്ടേ വീണ് കഴിഞ്ഞാൽ നോക്കൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ട് വേറെ തന്നെ മണ്ടയിലിട്ടു. ഇനി ത്രാസ് തട്ടി ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചാൽ എന്താണ്? നേരത്തെ വിളിച്ചു എന്നുള്ള ഒരു ആർഗ്യുമെന്റ്. എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇത് എടുത്തു വെക്കും. ബിക്കോസ് ഈസ് ഇൻ എ ഡ്രീം. ആക്ച്വലി ആ ഒരു ഡ്രീമിൽ അഭിനയിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെയും ധാരണ. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ISROയിൽ നമ്മളെങ്ങനെയാണ് റോക്കറ്റ് വിടുന്നത്? ഇദ്ദേഹം സാധാരണ ഇതിൽ ISROയുടെ ഒരു സാധനം കൊണ്ടുവന്ന് ശരിക്കും തിരുപ്പതിയിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഇതേ കണക്കുള്ള ഫലങ്ങൾ, പഴം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് തൂക്കിയാണ് ഇദ്ദേഹം. പക്ഷേ ഇവിടെ ചെയ്യാവുന്ന ഒരു സയൻസിൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നിങ്ങൾ സ്വപ്നത്തിൽ, ചിലർ പറയാറുണ്ട് ഈ സ്വപ്നാടനം നടത്തുന്നവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരെ ഉണർത്തരുതേ എന്ന് പറയാറുണ്ട്. നമ്മുടെ ബുദ്ധിജീവികൾ ഒക്കെ പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് അവരുടെ മേളിൽ കയറി കിളക്കുന്നത്? അവരുടെ വിശ്വാസം, അവരുടെ ആശ്വാസം, അവരങ്ങനെ പൊയ്ക്കോട്ടെ. മാത്രമല്ല, സ്വപ്നാടനം നടത്തുന്നവരെ ഉണർത്തി കഴിഞ്ഞാൽ അവർ വളരെ ഫനാറ്റിക്കായിട്ട്, വളരെ ഫ്യൂരിയസ് ആയിട്ട് റിയാക്ട് ചെയ്യും, അവർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് പറയാറുണ്ട്. അല്ലേ, കേട്ടിട്ടുണ്ടാവുമല്ലോ? അതൊരു സ്വപ്നാടനം സംബന്ധിച്ചൊരു മിത്താണ്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ. നിങ്ങൾക്ക് വളരെ എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നിങ്ങൾ പിന്നെ പെട്ടെന്ന് എഴുന്നേക്കടാന്ന് പറഞ്ഞ് കുറ്റി നോക്കി അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞ്, മെല്ലെ ഉണർത്തിക്കൊണ്ടുവരാം. അങ്ങനെ ഒരു മെല്ലെ ഉണർത്തുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ബുദ്ധിജീവികളൊക്കെ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അവരെ ഉണർത്തുന്നത്? അവർ സ്വപ്നാടനത്തിൽ സഞ്ചരിച്ചിട്ട് അപകടം ഉണ്ടാകാമല്ലോ, അല്ലേ? അതാണ് ഈ ത്രാസിന് പകരം ഇങ്ങനെ ഒരു സാധനമായിരുന്നെങ്കിൽ, ഇതാണ് ആചാരനിഷ്ഠത എന്ന് പറയുന്ന സാധനം. ഇതാണെങ്കിൽ ഈ പൊട്ടി വീഴലുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൃത്യമായ മറ്റേതാകുമ്പോൾ ഒരു ഊഹമാണല്ലേ. നമ്മൾ പഴയ ഈ ചീനി എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയും? കപ്പ. ഓക്കെ, റൈറ്റ്. അവിടെ പോലും ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് പറയുമ്പോഴേ ഇതെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുന്നു. അതാണ് അതൊക്കെ തൂക്കുന്ന ഒരു ത്രാസായതുകൊണ്ടാണ് സംഭവിച്ചത്. ഇതേ കണക്കൊരു ത്രാസാണെങ്കിൽ സയൻസിൻ്റെ ഭാഗത്തുനിന്ന് സ്വപ്നങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊള്ളു.